ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 132 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ വെറും 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 12.5 ഓവറിലാണ് ഇന്ത്യ 133 എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്തിയത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയുമ്പോൾ 2 സൂപ്പർ പവറുകൾ തമ്മിലുള്ള മത്സരം എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. കാരണം ഇംഗ്ലണ്ട് വളരെ മികച്ച ഒരു ടീമുമായിട്ടാണ് ഈ പരമ്പരയ്ക്ക് എത്തിയത്. നല്ല സ്ഫോടനാത്മകമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരും അതുപോലെ തന്നെ എക്സ്പ്രസ് സ്പേസിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന ബോളർമാരും എല്ലാവരും ആ ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യയുടെ ഈ T20 ടീമിന് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ കീഴടങ്ങുന്ന ഒരു ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിൻ്റെ ഒരു തുടക്കം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോസ് ജയിച്ച സൂര്യകുമാർ യാദവ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെയുള്ള ഒരു പിച്ചിൽ, അതായത് നല്ലോണം റൺസ് വരുന്ന ഒരു പിച്ചാണ് കൊൽക്കത്തയിലേത് എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ ഡ്യൂവിൻ്റെ എഫക്റ്റ്, മഞ്ഞുവീഴ്ച ഉണ്ടാവുന്നത് കൊണ്ടാണ് രണ്ടാമത് ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ആ ടോസ് കഴിഞ്ഞ ഉടനെ തന്നെ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിക്കറ്റ് കുറച്ച് സ്റ്റിക്കിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറച്ചൊന്ന് പിടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പിച്ചിൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ഓവറുകൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നതെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് നല്ല പോലെ മഞ്ഞ് വീഴാൻ ആരംഭിക്കുക. അപ്പോൾ ആ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴേക്കും ഒരു 12 ഓവർ 13 ഓവർ ചിലപ്പോൾ 15 ഓവർ വരെയൊക്കെ ബൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാർക്ക് സാധിച്ചില്ലെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ 2 ടീമിൻ്റെയും ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ ഇംഗ്ലണ്ട് ടീമിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞതാണ്. 4 പേസർമാരുമായിട്ടാണ് അവർ ഈ മത്സരത്തിന് ഇറങ്ങിയത്. ഒരേ ഒരു സ്പിന്നറെ മാത്രമാണ് അവർ യൂസ് ചെയ്തത്. ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ടോട്ടലി നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരേ ഒരു ജെനുവിൻ പേസറെ വെച്ച് മാത്രമാണ് ഇന്ത്യ ഇറങ്ങിയത്. രണ്ടാമത്തെ പേസറായിട്ട് ഇന്ത്യ യൂസ് ചെയ്തത് ഹാർദിക് പാണ്ഡ്യയാണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോഴും ഇതുപോലെയുള്ള ഒരു കോമ്പിനേഷനിലാണ് അന്ന് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. അന്ന് അർഷദീപിന് കൂട്ടായിട്ട് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. മറ്റൊരു മീഡിയം പേസർ എന്ന് പറയുന്ന രമൺദീപ് സിംഗ് ആയിരുന്നു. ഇന്ന് രമൺദീപ് സിംഗിന് പകരമായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിന് ബോൾ ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല. 3 സ്പിന്നർമാരെ ഇന്ത്യ കൊണ്ടുവന്നിരുന്നു. ഈ 3 സ്പിന്നർമാരാണ് കളിയുടെ ഗതി നിർണ്ണയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ ആ ഒരു പിച്ച് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ബാറ്റർമാർ എവിടെയായിരിക്കും വീക്ക്നെസ് ഉള്ളത് അവർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഈ സ്പിന്നർമാരെ അണിനിരത്തിയത്. പക്ഷേ ഇംഗ്ലണ്ടിന് അവരുടെ ഒരു പ്ലാനിങ് പഴച്ചുപോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് അർഷദീപ് സിംഗിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. ഒരൊറ്റ ജെനുവിൻ പേസറെ വെച്ചാണ് ഇന്ത്യ കളിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചു. മുഹമ്മദ് ഷമിയുടെ ഒരു കംബാക്ക് പ്രതീക്ഷിച്ചിരുന്ന നമ്മളെ എല്ലാവരെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് മുഹമ്മദ് ഷമി ഈ മത്സരത്തിന് ഇറങ്ങിയില്ല. അടുത്ത മത്സരത്തിൽ ചെന്നൈയിലെങ്കിലും മുഹമ്മദ് ഷമി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും തന്നെ മുഹമ്മദ് ഷമിയുടെ ഒരു തിരിച്ചുവരവ് കാണാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷമി എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്ന് മോചിതനായിട്ട് തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് സൗത്ത് ആഫ്രിക്കയിൽ കളിച്ച അതേപോലത്തെ തന്നെ ഒരു കോമ്പിനേഷൻ വെച്ച് ഇന്ത്യ കളിക്കാനായിട്ട് തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ മുഹമ്മദ് ഷമിയെ പുറത്തെടുത്തേണ്ടി വന്നത്. അർഷദീപ് സിംഗും അതുപോലെ തന്നെ പിന്നെ ഹാർദിക് പാണ്ഡ്യയും പിന്നെ 3 ജെന്യുവിൻ ആയിട്ടുള്ള സ്പിന്നർമാരും വെച്ചാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയിൽ ബെൻ ഡക്കറ്റും അതുപോലെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഫിൽ സോൾട്ടുമായിരുന്നു ഓപ്പണിംഗിൽ വന്ന്. ആദ്യ ഓവറിൽ തന്നെ ഈ സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ തന്നെ ബോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടായിരിക്കും വരിക, പിച്ചിൽ കുറച്ചൊന്ന് പിടിച്ചിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു ബോളിലാണ് ഫിൽ സോൾട്ട് ഔട്ടായത്. നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു അർഷദീപ് സിംഗിന്റെ. 3ാമത്തെ ഓവറിൽ വീണ്ടും ബെൻ ഡക്കറ്റിനെയും അതുപോലെ തന്നെ ഔട്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. 46 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെ സ്കോർ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരു ജെന്യുവിൻ പേസർ കൂടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുഹമ്മദ് ഷമി ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ പ്ലേ കഴിയുന്ന സമയത്ത് 6 ഓവറിൽ 46-ന് 2 എന്നുള്ള ചിലപ്പോൾ ഒരു 4 വിക്കറ്റൊക്കെ ആ സമയത്ത് എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. കാരണം ആദ്യ ഓവറും രണ്ടാമത്തെ ഓവറൊക്കെ അർഷദീപ് സിംഗ് ബോൾ ചെയ്യുന്നത് കണ്ടപ്പോൾ നല്ല സ്വിങ്ങും മൂവ്മെന്റും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷമി കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്സരം 132 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയതിനു ശേഷം നമ്മൾ ഇന്ത്യൻ ബൗളർമാരുടെ ഒരു ശരാശരി പരിശോധിക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് കുറച്ച് എക്സ്ട്രാ ആയിട്ട് റൺസ് വിട്ടുകൊടുത്തിരിക്കുന്നത്. 4 ഓവറിൽ അദ്ദേഹം 42 റൺസ് വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇന്ത്യൻ ബൗളിങ്ങിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു പ്രഹരമേൽപ്പിക്കാനായിട്ട് അർഷദീപിന് കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യക്ക് നല്ലൊരു തുടക്കം കിട്ടിയത് എന്ന് പറയാതിരിക്കാനാവില്ല. അർഷദീപിനെ സംബന്ധിച്ചിടത്തോളം 2022 ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ പ്ലേയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ബൗൾ ചെയ്യുന്ന ഒരു ബോളറാണ്. ലോകത്തിൽ തന്നെ അർഷദീപ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ
ഇന്ത്യയുടെ ഈ T20 ഫോർമാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്ന ഒരു ബൗളർ അർഷദീപാണ്. യുസി ചഹലായിരുന്നു. യുസി ചഹലിനെ കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു. പവർ പ്ലേയുടെ ലാസ്റ്റ് ഓവർ ആയപ്പോഴേക്കും വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നു. വരുൺ ചക്രവർത്തിയുടെ ബോൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് യാതൊരു ക്ലൂവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ്, വരുൺ ചക്രവർത്തിയെയും അതുപോലെ തന്നെ രവി ബിഷ്ണോയി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പരമ്പര തീരുമാനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ജോസ് ബട്ട്ലർ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഒരുപാട് കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അതിന്റെ ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. അദ്ദേഹം 68 റൺസ് നേടി. മറ്റാർക്കും തന്നെ ഒരു പ്രകടനവും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഫിൽ സോൾട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിങ്സ് ഒക്കെ കളിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷ ഉണ്ടായില്ല. ബെൻ ഡക്കറ്റും അതുപോലെ തന്നെ ആക്രമിച്ച് കളിക്കുന്ന ഒരു താരമാണ്. പിന്നെ അവരുടെ മിഡിൽ ഓർഡറിൽ ജേക്കബ് ബദൽ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരം, പിന്നെ അതുപോലെ തന്നെ ഹാരി ബ്രൂക്ക്, ലിയാം ലിവിങ്സ്റ്റൺ, ഇവർക്കൊന്നും ഇന്ത്യൻ സ്പിന്നർമാർക്ക് നേരെ ഒരു ക്ലൂ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹാരി ബ്രൂക്കും ലിയാം ലിവിങ്സ്റ്റണും വരുൺ ചക്രവർത്തിയുടെ ഓരോ ഓവറിൽ ഔട്ടായതാണ് അവർക്ക് ഏറ്റവും വലിയ വീഴ്ചയായത് എന്നുള്ളതാണ്. ജേക്കബ് ബദലിനെ പോലെയുള്ള ഒരു താരം, അദ്ദേഹം ഒരു പുതുമുഖ താരമാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ കണ്ടീഷൻസിൽ കളിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇതിനെ നമുക്ക് അധികം കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സ്പിൻ ബൗളർമാരുടെ പ്രകടനം, വരുൺ ചക്രവർത്തിയുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്, അദ്ദേഹത്തിന്റെ ഒരു ലെങ്ത്തിൽ കുത്തിയിട്ട് ബോൾ ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ പോകുന്നതെന്ന് ഇംഗ്ലീഷുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും ഇതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയെയും അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളറാണ് രവി ബിഷ്ണോയ്, അദ്ദേഹത്തിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇംഗ്ലീഷുകാർക്ക് ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ അവർക്ക് ഈ പരമ്പരയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവരുടെ പുതിയ കോച്ചാണ് അവരുടെ ബ്രണ്ടൻ മെക്കലം. അദ്ദേഹം അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം കോച്ചായിരിക്കുമ്പോൾ അവർ ഈ ബാസ്ബോൾ ശൈലി എന്ന് പറയുന്ന ശൈലി അവലംബിച്ചത് അദ്ദേഹം വന്നതിന് ശേഷമാണ്. അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയാണ് ഈ ബാസ്ബോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ എങ്ങനെ അത് കളിക്കും എന്ന് ഇനിയും ഇംഗ്ലീഷുകാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരുപാട് അനാലിസിസ് ഒക്കെ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇന്ത്യൻ സ്പിന്നർമാരെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും ടോസ് വളരെ ക്രൂഷ്യൽ ആയിരുന്നു. വലിയ സ്കോർ കണ്ടെത്താനായിട്ട് ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞില്ല. അവർ 132 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തിരിച്ച് ബാറ്റിങ്ങിലേക്ക് ഇന്ത്യ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു നല്ലോണം ഡ്യൂ വന്നു. നല്ല ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനായി അപ്പോഴേക്കും മാറിയിരുന്നു. സഞ്ജു സാംസന്റെ ഒരു തുടക്കം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നിർത്തിയെടുത്തതെന്ന് അദ്ദേഹം ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു തുടക്കം നൽകി. നമ്മൾ വിചാരിച്ചു വീണ്ടും ഒരു വലിയ സ്കോറിലേക്ക് സഞ്ജു സാംസൺ പോകുമെന്ന്. അവരുടെ പുതുമുഖ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അറ്റ്കിൻസൺ, അവരുടെ 4 ഫാസ്റ്റ് ബോളർമാരെ നമ്മൾ നോക്കി അതിൽ 3 പേര് 140 കിലോമീറ്റർ സ്പീഡിൽ കൂടുതലാണ് ബോൾ ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ടായിരിക്കും. ഒരു റോക്കറ്റ് പേസ് ആണ് എല്ലാവരുടെ, എക്സ്പ്രസ് പേസ് ആണ് എല്ലാവരുടെയും. അപ്പോൾ അറ്റ്കിൻസന്റെ ഓരോ ഓവറിൽ 22 റൺസ്, 4 ബൗണ്ടറികളും ഒരു സിക്സറുകളും സഞ്ജു നേടി. അപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു ഒരു വലിയ സ്കോർ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു പുൾ ഷോട്ട് മിസ്സിറ്റായി പോയി. 26 റൺസിൽ അദ്ദേഹം പുറത്തായി. അതിനുശേഷം പിന്നെ അഭിഷേക് ശർമ്മയുടെ, ഇത്രയും നാള് അഭിഷേക് ശർമ്മ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ടൂറിലൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിന്റെ ഒരു കേട് അദ്ദേഹം തീർത്തു എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. പല അടികളും അടിക്കുമ്പോൾ നമ്മൾ ടി വിയിൽ കളി കാണുമ്പോൾ നമുക്ക് തോന്നും ബോൾ മുകളിലേക്കാണ് പോകുന്നത്, അതായത് അവിടെ തന്നെ പൊങ്ങി ഔട്ടാവാനുള്ള സാധ്യത. പക്ഷേ ബോൾ ബൗണ്ടറി ലൈൻ കടന്നാണ് പോകുന്നത്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. 34 ബോളുകളിലാണ് അദ്ദേഹം 79 റൺസ് നേടിയത്. 79 റൺസ് 34 ബോളിൽ നേടിയെന്ന് മാത്രമല്ല അതിൽ 8 സിക്സറുകളാണ്. ഈസി ആയിട്ടാണ് സിക്സറുകൾ അടിക്കുന്നത്. അതായത് വളരെ അനായാസം സിക്സറുകൾ നേടുന്ന ഒരു താരമായിട്ട് അഭിഷേക് ശർമ്മ മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴും വീണ്ടും വരുന്ന പുറകിൽ വരുന്ന ബാറ്റർമാർ എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കാണ്. ഒരു സ്ഥലത്തും നമ്മളിപ്പോൾ നമുക്ക് സഞ്ജു സാംസൺ ഔട്ടായി ഉടനെ തന്നെ സൂര്യകുമാർ യാദവിന് വിക്കറ്റ് പോയി. പിന്നീട് വന്ന തിലക് വർമ്മയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന ഉടനെ തന്നെ ഫസ്റ്റ് ബോൾ തന്നെ ആക്രമിച്ച് കളിക്കാനായിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു ശൈലി എന്നുള്ള രീതിയിലാണ്. അതായത് എങ്ങനെ വന്നാലും ഒരു കാര്യമുണ്ട്, ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇന്ത്യയുടെ ഈ ഒരു ഫോർമാറ്റിൽ ഇന്ത്യയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതാണെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ബൗളർമാരെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ 4 ഫാസ്റ്റ് ബോളർമാരാണ്. ആ 4 ഫാസ്റ്റ് ബോളർമാരുടെ സ്പീഡ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു വിഷയമുള്ള കാര്യമല്ല. 140-ലോ 145-ലോ ഈവൻ 150 കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്താൽ പോലും അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാറ്റർമാർ ഇന്ന് ലോക ക്രിക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ അവരുടെ സ്പിന്നറായിട്ടുള്ള ആദിൽ റഷീദിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മത്സരം, അടുത്ത മത്സരം എന്ന് പറയുന്നത് ജനുവരി 25-ാം തീയതി 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിലാണ്. ചെന്നൈ പിച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ്. എപ്പോഴും സ്പിന്നിന് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ള പിച്ചാണ്. ഒപ്പം തന്നെ വലിയ ഗ്രൗണ്ടുമാണ്. ഇതുപോലത്തെ ഒരു ഗ്രൗണ്ട് അല്ല. മേ ബി ഇതിൽ അഭിഷേക് ശർമ്മ 8 സിക്സറുകൾ നേടിയെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ
പല അടികളും നമ്മൾ കാണുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം ബൗണ്ടറി ക്ലിയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫീൽഡിംഗ് ആയിരുന്നു. ഇന്ത്യൻ ഫീൽഡിങ്ങിൽ ഇന്ത്യ 2-3 ക്യാച്ചുകൾ ബാക്കിലേക്ക് ഓടി റിങ്കു സിംഗ് എടുത്ത ബെൻ ഡക്കറ്റിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു. കാരണം ക്രിക്കറ്റിലെ ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്യാച്ച് എന്ന് പറയുന്നത് പുറകിലേക്ക് ഓടിയെടുക്കുന്ന ക്യാച്ചുകൾക്കാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ക്യാച്ചുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ അദ്ദേഹം ആദ്യം ആ ബോൾ ഒന്ന് മിസ് ചെയ്തു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് കണ്ണിലടിച്ചോ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പലപ്പോഴും അങ്ങനെ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ മിസ് ചെയ്തതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആ ക്യാച്ച് ഡൈവ് ചെയ്തെടുത്ത ഒരു ക്യാച്ച്, അതും ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു. വരുൺ ചക്രവർത്തിയുടെ പ്രകടനം ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പെർഫോമൻസിനെ എങ്ങനെയാണോ ഇനി അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനെ ഇംഗ്ലീഷുകാർ നേരിടാൻ പോകുന്നത്, അതാണ് പ്രധാന ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനെ നേരിടാനായിട്ട് ഇംഗ്ലീഷ് താരങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ പരമ്പരയിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഇംഗ്ലീഷുകാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. എക്സലന്റ് ആയിട്ട് ഒരു പ്രകടനം വീണ്ടും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്ന്. അടുത്ത മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.